ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ഈ വർഷം 6ാം ക്ലാസ്സിലെ പാഠപുസ്തകമൊക്കെ മാറിയില്ലേ? പുതിയ പുസ്തകമായിരിക്കും, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലെ ആദ്യത്തെ പാഠം കിടക്കുന്നത് ഏതാണ്? കോണുകൾ, ആംഗിൾസ് എന്ന പാഠഭാഗമാണ് ഏറ്റവും ആദ്യം വരുന്നത്. അപ്പോൾ ആ പാഠഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. 5ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വരകളും വട്ടങ്ങളും, ലൈൻസ് ആൻഡ് സർക്കിൾസ് അല്ലേ? ആ പാഠത്തിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടാണ് ആംഗിൾസ് എന്ന പാഠഭാഗം തുടങ്ങുന്നത്. ആദ്യം 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ബോർഡിൽ വരച്ച് കാണിച്ചു തരാം. ഇവിടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗം തന്നെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാഠഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ചിലവില്ലാത്ത കാര്യമാണല്ലോ, അപ്പോൾ ഒന്ന് കണ്ടാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ഈ 3 ചിത്രങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെയും മൂലയുണ്ട്, ഇവിടെയും മൂലയുണ്ട്, ഇവിടെയും മൂലയുണ്ട്. എത്ര മൂലയുണ്ട്? 4 മൂല അല്ലേ? ഈ ചിത്രത്തിലും 4 മൂല. ഇവിടെ ഒരു മൂല വരുന്നു, ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു. അതേപോലെ ഇവിടെയും വരുന്നു. പക്ഷെ ഈ ചിത്രം നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, കുത്തനെയാണ്. ഇവിടെ ഈ 2 വരകളും എന്താണ്? കുത്തനെ. അതായത് ഈ ചിത്രം വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മട്ടമൂല ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. ഞാൻ ജസ്റ്റ് നമുക്ക് ആ ചിത്രം ഞാൻ ഒന്നുകൂടെ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും, ടീച്ചറെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് എന്ത് മെറ്റീരിയലാണ്? ഇത് ഫോം ബോർഡാണ്. അപ്പോൾ ഇത് കിട്ടുന്നത് എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് ഈ വണ്ടിയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുകയൊക്കെ ചെയ്യില്ലേ, നെയിം ബോർഡൊക്കെ എഴുതില്ലേ, അവിടെയുണ്ട് ഈ സാധനം കിട്ടും. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. ഫോം ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ മൂല കുത്തനെയാണ് അല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ ചെരിഞ്ഞു. നമുക്കറിയാം, 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ സ്ലേറ്റിൻ്റെ മൂലയ്ക്കുള്ള ആണി ഇളകി കഴിഞ്ഞാൽ ഇങ്ങനെ ചെരിക്കാം അല്ലേ? പല രീതിയിൽ ചെരിക്കാം. അതുപോലെ ഇതൊന്ന് ചെരിഞ്ഞു. ഇത് മട്ടത്തിൻ്റെ വേറൊരു മൂല വെച്ച് വരച്ചതാണ്, കുത്തനെയുള്ള മൂലയല്ല. ഇവിടെ നോക്കൂ, ഇത് മട്ടത്തിൻ്റെ വേറെ ചെറിയ മൂല വെച്ച് വരച്ചതാ. ഇതൊന്നും കൂടെ ചെരിവുണ്ട്. പക്ഷെ എന്ത് വന്നാലും ഇതിൽ എത്ര മൂലകളുണ്ട്? 4 മൂലകളുണ്ട്. അത് നിങ്ങൾക്കറിയാം. 5ാം ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പം നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് നോക്കിയറിയാം, ഇവിടെ ഒരു വരയുണ്ട്, ഇവിടെ ഒരു വരയുണ്ട്. ആ 2 വര തമ്മിൽ കൂടിച്ചേരുന്നു അല്ലേ? കൂടിച്ചേരുന്ന ഭാഗത്താണ് എന്തുണ്ടാകുന്നത്? മൂല ഉണ്ടാകുന്നത്. ഇപ്പം 2 വര എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് ഫോം ബോർഡ് ഉപയോഗിച്ച് വെട്ടിയെടുത്താണ്. അപ്പം ഞാൻ എടുത്ത ആ 2 വരകൾ ഇവിടെ കൂടിച്ചേർന്നു. കൂടിച്ചേരുമ്പോൾ ഇവിടെ എന്തുണ്ടാകുന്നു? കോണുണ്ടാകുന്നു. 2 വരകൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേർന്നാൽ കോണായി. കൂടിച്ചേരും ബിന്ദുവിനെ, അതായത് ഈ മൂലയ്ക്ക് ശീർഷമെന്നറിഞ്ഞിടൂ. വെർട്ടെക്സ്, അതായത് ഈ കൂടിച്ചേരുന്ന ബിന്ദുവാണ് വെർട്ടെക്സ് മൂല. അപ്പം നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം, 2 വരകൾ ഒരു ബിന്ദുവിൽ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന രൂപത്തിനെ കോൺ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം? എ ഫിഗർ ഫോംഡ് ബൈ 2 ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഈസ് കോൾഡ് ആൻ ആംഗിൾ. കൂട്ടുകാർക്ക് കോൺ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തിൽ എത്ര കോണുണ്ടാവുന്നു? 4 കോണുണ്ടാവുന്നു. ഇതിലും 4 കോണുണ്ടാവുന്നു, ഇതിലും 4 കോണുണ്ടാവുന്നു. ഇപ്പൊ ബോർഡിലേക്കൊന്ന് നോക്കിയാൽ 3 കോണുകൾ കാണാം. ഏതൊക്കെയാണ് 3 കോണുകൾ? ഇവിടെ നോക്കൂ, ഇതൊരു കോൺ, 1 നമ്പർ മനസ്സിൽ കണ്ടോളൂ. ഇത് 2ാമത്തെ കോൺ, ഇത് 3ാമത്തെ കോൺ. നിങ്ങൾക്ക് നോക്കൂ, ഏത് കോണാണ് ഏറ്റവും കൂടുതൽ വിടർന്നതെന്ന് നോക്കൂ. ഈ 3 കോണുകളിൽ ഏറ്റവും കൂടുതൽ വിടർന്നത്. ഇത് നോക്കിയാൽ നമുക്കറിയാം, സെറ്റ് സ്ക്വയറിൻ്റെ മൂല വെച്ച് വരച്ചതാ, മട്ടമൂല അല്ലേ? ഇത് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഇങ്ങനെ കുറഞ്ഞു വന്നു, ഇത് കുറച്ചും കൂടെ ചുരുങ്ങി. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലേത് കോണായിരിക്കും ചെറുത്? ഏറ്റവും ചെറുത് നോക്കൂ, ഈ വിരിവ് ഇവിടെയാണ് കുറവ് അല്ലേ? അപ്പം ഈ കോണാണ് ഏറ്റവും ചെറുത്. ഇതിനേക്കാൾ ഇത്തിരി കൂടെ വലുതാണ് ഇത്, ഇതിനേക്കാൾ വലുതാണ് ഇത്. നോക്കൂ, ഇവിടെ കോണിൻ്റെ വിരിവ് കൂടുകയാണ്. കോണിൻ്റെ വിരിവ് കൂടുമ്പോൾ എന്താവുന്നു? വലിയ കോണാവുന്നു. മനസ്സിലായില്ലേ? കോണിൻ വിരിവ് കൂടുന്തോറും, നോക്കൂ, കോണിൻ വിരിവ് കൂടുന്തോറും കോണിൻ അളവ് കൂടുമല്ലോ. കൂടി കൂടി വരും.
എന്നാലോ കോണിൻ വിരിവ് കുറയുന്തോറും ഇത് കുറഞ്ഞു കുറഞ്ഞു വരിക. കോണിൻ അളവ് കുറയുമല്ലോ, കുറഞ്ഞു ഇല്ലേ? അപ്പൊ വിരിവ് അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് കോണിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ 2 കോൺ കാണിക്കാം. ഏതാണ് വലിപ്പ കൂടുതൽ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കൂട്ടുകാർക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഇതിലേത് കോണാണ് വലുത്? ഓ, നിങ്ങൾക്കൊന്ന് ഇടങ്ങേറായിട്ടുണ്ട് അല്ലേ? എനിക്കും ഇടങ്ങേറായിട്ടുണ്ട്. ഇതിലേതാ വലുതെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അടുത്തിരുന്ന് നോക്കിയിട്ട് എനിക്കും പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് വലുതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്ക് എത്തി ഇല്ലേ? അപ്പൊ 6ാം ക്ലാസ്സിൽ നമുക്കിത് ഏതാണ് വലുതെന്ന് കൃത്യമായി അറിയണം. അപ്പൊ അതറിയണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ജിയോമെട്രിക് ബോക്സിൽ ഒരു ഉപകരണം ഉണ്ട്. അതായത് ഏതാണ് വലുത് എന്ന് കൃത്യമായി അളക്കണമെങ്കിൽ നമുക്കതിനൊരു ഉപകരണം ഉപയോഗിക്കണം. നിങ്ങൾ ആ പെട്ടി ഒന്ന് തുറന്നു നോക്കൂ. ആ പെട്ടിക്കകത്തുള്ള ഉപകരണങ്ങളിൽ ഏതായിരിക്കാമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള ഉപകരണമാണ് പ്രൊട്രാക്ടർ. നോക്കുക, ഇതാണ് പ്രൊട്രാക്ടർ. നിങ്ങളുടെയൊക്കെ ജിയോമെട്രിക് ബോക്സിലുണ്ട്. ഇനി ഈ പ്രൊട്രാക്ടറിലെ അളവുകൾ നിങ്ങളൊന്ന് നോക്കൂ. ഇവിടെ 2 കളറിലാണ്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു അളവ് 10, 20, 30, 40, 50, 10 വീതം കൂടി 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 വരുന്നു. അപ്പൊ നോക്കുമ്പോണ്ട് വേറെ അതിന്റെ അടിയിൽ വേറൊരു അളവുണ്ട്. ആ അളവ് ഇവിടെ നോക്കുമ്പോ 0, 10, 20, 30 അങ്ങനെ കൂടി കൂടി വരുന്നു. അപ്പൊ ഓരോ 10കൾ വീതമാണ് കൂടി വരുന്നത്. അപ്പൊ ഈ ഉപകരണത്തിന് പറയുന്ന പേരെന്താണെന്നാ പറഞ്ഞത്? മറന്നുപോയോ? പ്രൊട്രാക്ടർ. കോണളക്കാനുള്ള ഉപകരണം പ്രൊട്രാക്ടർ ആണൻ കൂട്ടുകാരെ. അപ്പൊ നോക്ക, ഇതാണ് പ്രൊട്രാക്ടർ. പ്രൊട്രാക്ടറിൽ എത്ര അളവുണ്ട്? 2 അളവുണ്ട്. എന്തിനായിരിക്കാം 2 അളവ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നോക്കുമ്പോ ഒരു കോൺ ഇങ്ങോട്ട് തിരിഞ്ഞായിരിക്കുന്നത്, ഒരു കോൺ അങ്ങോട്ടും ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള കോണിന്റെ വിരിവ് അളക്കാൻ വേണ്ടി നമുക്ക് ഇവിടുന്നുള്ള അളവ് ഉപയോഗിക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന കോണ് ഇത് പിണങ്ങിയിരിക്കുകയാണേ. അപ്പൊ ഇതിന്റെ വിരിവ് അളക്കണമെങ്കിൽ എവിടുന്ന് വേണം? ഇപ്പുറവശത്തുനിന്നും അളക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 2 അളവ്. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കുറച്ച് വലിയ പ്രൊട്രാക്ടറാണ് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ബോക്സിൽ ചെറുതായിരിക്കും. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞു 10, 20, 30, 40 ഇങ്ങനെ പോവും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 40 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 40. ഈ 40 വരുമ്പോൾ 10 ഡിഗ്രി 10 അളവുള്ള 4 കോൺ എടുത്തു വെച്ചാൽ എന്താവും? 40. അപ്പൊ ഇതിന്റെ അളവിനെ പറയാൻ വേണ്ടിയിട്ട് 40 എന്നല്ല, ഇതിന് 40 ഡിഗ്രി എന്നാണ് പറയാം. കോണിന്റെ അളവ് ഡിഗ്രി ആയിട്ട് 40 ഡിഗ്രി എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 40 ഡിഗ്രിയിൽ 10 ഡിഗ്രിയുടെ കോണുകൾ എടുത്ത് വെക്കുന്നതാണ് 40 ഡിഗ്രി. അപ്പൊ 50 ഡിഗ്രിയിലോ 5 10ന്റെ അളവ് എടുത്ത് വെക്കണം. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കോണ് ഇങ്ങനെ അളന്നു വരുമ്പോൾ 45 എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനാണ് ഇവിടെ 10 വരെ നിങ്ങൾ നോക്കിയാൽ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ 10 വരെ ഉണ്ടാവും. അതിനിടയ്ക്കുള്ള ഒരു വര കുറച്ച് നീളത്തിലും ഉണ്ടാവും, സ്കെയിലിലെ അളവ് പോലെ. അപ്പൊ ഇടയ്ക്കുള്ള ആ വലിയ അളവാണ് എന്ത് വരുന്നത്? 45 വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 1 ഡിഗ്രി, 2 ഡിഗ്രി, 3 ഡിഗ്രി അങ്ങനെ വരുമ്പോൾ 10 ഡിഗ്രി ആയി. പിന്നെ 10 കഴിഞ്ഞാൽ അടുത്ത 10 കൂട്ടുമ്പോഴാണ് 20 ഡിഗ്രി. അതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ആ ചെറിയ വരകൾ എത്രയാണോ അത് എണ്ണി നോക്കിയാണ് നിങ്ങൾ അളവ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കുത്തന വരുമ്പോൾ മട്ടത്തിൻ്റെ മൂല വെച്ച് വരയ്ക്കുമ്പോൾ, അങ്ങനെ വെച്ച് വരയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വന്നു, കറക്റ്റ് കുത്തന വന്നു അല്ലേ? ഇവിടെ ഒരു പച്ച വരയുണ്ട്, നീല കുത്തന വന്നു. കുത്തന വരുമ്പോൾ എത്ര ഡിഗ്രിയാണ് അതിൻ്റെ മുകളിൽ? നിങ്ങളൊന്ന് നോക്കൂ, എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് വരുമ്പോഴും 90 ഡിഗ്രി, ഇവിടുന്ന് വരുമ്പോഴും 90 ഡിഗ്രി. അപ്പം മട്ട മൂലയിലുണ്ടാകുന്ന കോണിൻ്റെ അളവ് എന്താണ്? 90 ഡിഗ്രിയാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വരകൾ പരസ്പരം എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും.
ലംബവശങ്ങളായിരിക്കും. ഓക്കെ ആയോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചതുരത്തിന്റെ ഓരോ മൂലയും എന്തായിരിക്കും? മട്ടമൂലയായിരിക്കും. മട്ടകോണിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് റൈറ്റ് ആംഗിൾ. ഇനി നമുക്കിതൊന്ന് എഴുതി നോക്കാം. ഒരു വരയുമായി നോക്കൂ, ഒരു വര 90 ഡിഗ്രി ഉണ്ടാക്കുന്ന ഏത് വരയും ആദ്യത്തെ വരയ്ക്ക് ലംബമായിരിക്കും, പെർപെൻഡിക്കുലർ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? എ ലൈൻ മേക്കിംഗ് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി വിത്ത് അനദർ ലൈൻ ഈസ് സെഡ് ടു ബി പെർപെൻഡിക്കുലർ ടു ദ ഫസ്റ്റ് ലൈൻ. പരസ്പരം ലംബമായിരിക്കും. അവിടെ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? 90 ഡിഗ്രി. മട്ട കോണായിരിക്കും, അതായത് റൈറ്റ് ആംഗിൾ. ഓക്കെ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് 1-2 ചിത്രം കൂടെ ഒന്ന് നോക്കാം. നോക്കൂ, ഇനി ഈ വര പരിഗണിച്ചാൽ നോക്കൂ, ഈ വരയ്ക്ക് ലംബമല്ലേ ഈ വര? കുത്തനെയല്ലേ വരുന്നത്? അതുപോലെ ഈ വരയ്ക്ക് ലംബമല്ലേ ഇവിടെ വരുന്നത്? കുത്തനെയല്ലേ? ഈ വരയ്ക്ക് തന്നെ ലംബമാണ് എന്ത്? ഈ വരയും വരുന്നത് കുത്തനെയാണ്, പെർപെൻഡിക്കുലർ ആണ്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. സമചതുരത്തിലെ കൂട്ടിമുട്ടുന്ന 2 വരകൾ പരസ്പരം ലംബങ്ങളായിരിക്കും. നോക്കൂ, ഈ വരയും ഈ വരയും ലംബമായിരിക്കും. ഇവിടെയും ഇവിടെയെല്ലാം ലംബമായിരിക്കും. ഇനി നമുക്ക് കോൺ വരയ്ക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ഡ്രോയിങ് ആംഗിൾസ്, കോൺ വരയ്ക്കൽ എങ്ങനെയെന്ന് കൃത്യമായി പറഞ്ഞുതരാം. ഇപ്പൊ ബോർഡില് 2 കോണുകൾ തന്നിട്ടുണ്ട്. ഒരെണ്ണം 40 ഡിഗ്രി, ഒന്ന് 65 ഡിഗ്രി. ഒരു കോൺ അങ്ങോട്ടാണ്, ഒരു കോണ് ഇങ്ങോട്ടാണ്. അപ്പൊ ഇത് 2 വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നമുക്ക് അറിയാം, നമുക്ക് പ്രൊട്രാക്ടർ എടുത്തിട്ട് വേണം അളവ് നോക്കാൻ. ആദ്യം നമുക്ക് വേണ്ടത് ഈ വര ഞാൻ അങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ആദ്യം നീളമൊന്നും നമുക്ക് പ്രശ്നമില്ല. ഒരു വര അങ്ങോട്ട് വരച്ചു, ഒറ്റ വര വരച്ചാൽ മതി നിങ്ങൾ. എന്നിട്ട് ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ഇനി നോക്കൂ, ഈ വരയിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വിരിഞ്ഞു വരണം. അപ്പൊ പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാനിവിടെ നോക്കാം. ഇവിടെയുള്ള 90 ഡിഗ്രിയും ഇവിടെയുള്ള വരയും നിങ്ങൾ കണ്ടല്ലോ. ഈ പച്ച വര കണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്നത് ഇവിടെയാണ്. അതിൻ്റെ ബിന്ദു ആ ബിന്ദുവിലാണ് വെക്കേണ്ടത്. അതായത് ഞാനിവിടെ പ്രൊട്രാക്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഈ വരയോട് ചേർത്ത് വെക്കണം. എന്നിട്ട് 90 ഡിഗ്രി വന്ന് ഇതിൽ കൂട്ടിമുട്ടുന്ന അവിടെ കറക്റ്റ് ബിന്ദുവിൽ വെക്കുക. ബിന്ദുവിൽ വെച്ചിട്ട് ഇവിടെ 2 ചുറ്റളവുണ്ട്. ഇത് ഇവിടുന്ന് വിരിഞ്ഞു വരുന്നത് കൊണ്ട് ഇവിടെ മുകളിലുള്ള അളവ് 0-ൽ തുടങ്ങുന്നത് നോക്കുക. അപ്പൊ 0, 10, 20, 30, 40 കിട്ടി. ഞാനിവിടെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത ശേഷം ഈ പ്രൊട്രാക്ടർ അങ്ങോട്ട് മാറ്റുക. മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യണം? അവിടെ നമ്മൾ മാർക്ക് ചെയ്ത ബിന്ദു ഇല്ലേ, ഈ ബിന്ദുവും ഈ ബിന്ദുവും ഒരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിക്കുക. ഒരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിച്ചു. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കോണിന്റെ അളവ് എത്ര ഡിഗ്രി ആയിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അടുത്തത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 65 ഡിഗ്രി. അപ്പൊ അതിനും നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം ഇഷ്ടമുള്ള അളവിൽ ഒരു വര വരയ്ക്കുക. വരച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് പ്രൊട്രാക്ടർ എടുക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വിരിഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബിന്ദുവിലാണ് പ്രൊട്രാക്ടറിന്റെ ഈ ബിന്ദു വെക്കേണ്ടത്. എന്നിട്ട് വരയോട് ചേർത്ത് വെക്കാം. അങ്ങനെ വെക്കുമ്പോൾ ഇവിടെ നിന്ന് 0-ൽ തുടങ്ങി ഇങ്ങനെ വരും. പക്ഷെ നമുക്കിവിടെ കിട്ടേണ്ടത് 65 ഡിഗ്രിയാണ്. അപ്പം ഇവിടെ നമ്മൾ 60 വരെ എടുത്തു. 60ഉം 70ഉം കണ്ടു. അതിനിടയ്ക്ക് നീളത്തിലുള്ള ഒരു വര കണ്ടു. അപ്പോൾ അതാണ് 65. 64 ആയിരുന്നെങ്കിൽ അത് ഒരു വര കുറച്ചിട്ട് വരും. അപ്പം ഈ ചെറിയ വരകൾ എണ്ണി നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്താൽ മതി. 62 ആണെങ്കിൽ 60 കഴിഞ്ഞിട്ട് 2 വര എടുക്കണം. 63 ആണെങ്കിൽ 3 വര. ആ രീതിയിൽ. ഇനി ഈ ബിന്ദുവും ഈ ബിന്ദുവും ഒരേ വരയിൽ വരത്തക്ക വിധം യോജിപ്പിക്കുക. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 65 ഡിഗ്രി അളവുള്ള കോണാണ് നമുക്ക് ലഭിച്ചത്. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇവിടെ നിന്ന് ഈ പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
0 മുതൽ ഇങ്ങനെ വന്ന് ഇവിടെ 180 ഡിഗ്രിയാണ് വരിക. പകുതി 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ ഓരോ ഏറ്റവും ചെറിയ കോണെന്ന് പറയുന്നത് 1ാമത്തെ വരേൻ്റെ അവിടെ വരുന്ന കോണാണ്. അത് നമുക്ക് വരയ്ക്കാൻ അങ്ങനെ പറ്റില്ല, അത്രയും മൈന്യൂട്ടായിട്ടാണ്. കമ്പ്യൂട്ടറിലൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ അളവ് 1 ഡിഗ്രി. ഇപ്പം നമ്മൾ വരച്ചത് 40 ഡിഗ്രി അളവുള്ള കോണ്, അതായത് 41 ഡിഗ്രികൾ ചേർന്ന കോണ്, അത് വരച്ചു. പിന്നെയോ 65 ഡിഗ്രികൾ ചേർന്ന കോണാണ് 65 ഡിഗ്രി വരുന്നത്. അപ്പം ഇവിടെ നോക്കൂ, കോണളക്കാനുള്ള ഏകകമോ ഡിഗ്രിയാണെന്നറിഞ്ഞിടൂ, കോണളക്കാനുള്ള ഉപകരണം കോൺമാപിനിയൻ കൂട്ടുകാരെ. കോണളക്കാനുള്ള ഉപകരണം കോൺമാപിനി അല്ലെങ്കിൽ പ്രൊട്രാക്ടർ എന്ന് പറയും. നമ്മൾ ഡ്രോയിങ് ആംഗിൾസ് കോൺ വരയ്ക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി പേജ് നമ്പർ 13ലും 14ലും കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്. അത് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. വീഡിയോ ലെങ്ത് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ കമൻറ്റുകളൊക്കെ ഇട്ട് നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ ലവ് യു ഓൾ, ബൈ.